നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നും ആയില്ല എന്നൊരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യം നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ? അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ടില്ലേ, കുറെ കാലമായില്ലേ പഠിക്കുന്നതെന്ന് അമ്മായിയമ്മമാര് ചോദിച്ചിട്ടില്ലേ, ഭർത്താവ് ചോദിച്ചിട്ടില്ലേ? ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ നക്ഷത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾ മിന്നുകയും പ്രകാശിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പലപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെ നിരാശ ബാധിക്കാറുണ്ട്. ജോലി കിട്ടാത്തതിൻ്റെ നിരാശ നിങ്ങൾക്ക് മാത്രമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ വിശാലമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കമന്റ് ബോക്സ് നിരന്തരം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായി അതിനകത്ത് എഴുതാം. ഞാൻ ഈ പറയുന്ന പ്രതിസന്ധികൾ നേരിടാതെ, ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ നേരിടാതെ, ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നേരിടാതെ ജോലി കിട്ടിയ ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 15 പ്രശ്നങ്ങളാണ്, 15 അവസ്ഥകളാണ്, 15 ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാതെ ആർക്കും ജോലി കിട്ടി കാണില്ല, അതും മികച്ച രീതിയിൽ പഠിച്ച ആർക്കും ജോലി കിട്ടി കാണില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ AI ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ 15 കാര്യങ്ങളും. ഒരുപക്ഷെ ഇത് കേൾക്കുന്നതോടുകൂടി നിലവിൽ പ്രശ്നബാധിതമായിരിക്കുന്ന അല്ലെങ്കിൽ നിസ്സംഗമായിരിക്കുന്ന പല മനസ്സുകൾക്കും ആശ്വാസമാണ്. ദാ ഇവിടെ നോക്കിയേ, പരീക്ഷ കഴിഞ്ഞ് മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ, നമുക്ക് പ്രതീക്ഷയോടെ ഒരുപാട് പഠിച്ച് മികച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിരവധി ടെൻഷൻ അടിച്ച് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയി ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഴുവൻ കോൺഫിഡൻസും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ജോലി കിട്ടിയവരാണ് എങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ട്. കാരണം എല്ലാ പരീക്ഷകൾക്കും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യം എഴുതുന്ന പരീക്ഷകളൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകാറാണുള്ളത്. എന്നാൽ പിന്നീട് എഴുതുന്ന പരീക്ഷകൾ, പിന്നീട് വീണ്ടും നമ്മൾ എഴുതുന്ന പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മുടെ ജോലിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ 2 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഈ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയവർ തന്നെയാണ് സർക്കാർ ജോലിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമതൊക്കെ, പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങാൻ കഴിയാതെ കൈയും കാലും വിറച്ച എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട്. ദാ ഈ കഴിഞ്ഞ HSA സോഷ്യൽ സയൻസിന്റെയും LPSCയുടെയും UPSCയുടെയും HSA ഫിസിക്കൽ സയൻസിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ പരീക്ഷയുടെ തലേന്ന് നിരവധി കുട്ടികളാണ് മെസ്സേജ് അയച്ചത്. സാർ, പേന കൈ കൊണ്ടൊന്ന് പിടിക്കാൻ പോലും വയ്യാത്ത രീതിയിലേക്ക് കൈ വിറയ്ക്കുന്നു, കാല് തണുക്കുന്നു, കാല് വിയർക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. സോ ഇത് എല്ലാവരുടെയും അവസ്ഥയായിരിക്കാം. ഒരു പരിധിവരെ 80% ഉദ്യോഗാർത്ഥികളും നേരിടുന്ന പ്രശ്നം തന്നെയാണ്. കാരണം അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകും, അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, അവർക്ക് ഇമോഷണലി പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം വർഷങ്ങളുടെ അധ്വാനത്തിലൂടെയാണ് ഒരു മികച്ച പരീക്ഷയിലേക്ക് അവർ എത്താൻ പോകുന്നത്. സ്വാഭാവികമായും അത് അവരുടെ അലട്ടുന്ന പ്രശ്നം തന്നെയായിരിക്കും. ഈ ഒരു ഘട്ടത്തിലൂടെയും കടന്നു പോകാതെ എത്ര ഉദ്യോഗാർത്ഥികളുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പഠനം നിർത്തിയാലോ എന്ന് ആലോചിച്ചവർ അല്ലേ? എല്ലാവരും ഈ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. 99% ഉദ്യോഗാർത്ഥികളും, സർക്കാർ ജോലി ലഭിച്ചവർ 99% ഉദ്യോഗാർത്ഥികളും പഠിത്തം നിർത്തിയാലോ എന്ന് പല ഘട്ടങ്ങളിൽ ആലോചിച്ചവരാണ്, പല ഘട്ടങ്ങളിൽ അവർ തീരുമാനിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് മാത്രമല്ല അത് തോന്നുന്നത്, ഒരു സൈക്കോളജി അധ്യാപകൻ തന്നെയാണ് പറയുന്നത് എന്ന ആധികാരികതയോടെ നിങ്ങൾ എടുക്കുക. പഠനം നിർത്തിയാലോ എന്ന് ഈ കഴിഞ്ഞ LPSCയും UPSCയും HSCയും പരീക്ഷ കഴിഞ്ഞിട്ട് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? അല്ലെങ്കിൽ LD ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ LGS പരീക്ഷ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തോന്നിയിട്ടുണ്ട്. ഇവിടെ നോക്കുക. ഇനി എഴുതിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ കണ്ടിട്ട് മുഴുവൻ കോൺഫിഡൻസും നഷ്ടപ്പെട്ടവർ അല്ലേ? നമ്മൾ പഠിച്ചോ? ചിലപ്പോൾ സിലബസ് മുഴുവനും നമ്മൾ പഠിച്ചോ? അങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു 60% അല്ലെങ്കിൽ 70% ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചതേ അല്ല, അല്ലെങ്കിൽ നമുക്കതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ നമുക്കത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയാത്ത അവസ്ഥ പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും മനസ്സിലാക്കുക, ഈ ഘട്ടവും തരണം ചെയ്തവരാണ് സർക്കാർ ജോലിയിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ഈ 4 പ്രശ്നങ്ങളും ഈ 4 പ്രതിസന്ധികളും പലരും ഇപ്പോൾ കടന്നു പോകുന്ന സ്റ്റേജുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചവരും നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ളവരും എന്ത് ജോലി നേടാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 5ാമതായിട്ട് പറയുന്നു, ഓരോ ജന്മദിനവും വരുമ്പോൾ ഭയപ്പെട്ടവർ. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങൾ ഓരോ ജന്മദിനത്തിനും ഒരു 20 വയസ്സ് വരെയും ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ജന്മദിനം വരുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇന്നോ ഒരു 25 വയസ്സിന് ശേഷം നിങ്ങൾ പോലും അറിയുന്നുണ്ടോ നിങ്ങളുടെ പ്രായം കൂടുന്നത്?
ഇല്ല, 20 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ അറിയത്തില്ല. 20 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്നാണ് പോകുന്നത്. ഒരു ജന്മദിനം വരുമ്പോൾ ചേച്ചിമാർക്കും അതുപോലെ തന്നെ അണ്ണന്മാർക്കും അതുപോലെ തന്നെ അനിയന്മാർക്കും അതുപോലെ തന്നെ അനുജത്തിമാർക്കും എല്ലാം ഭയമാണ്. കാരണം എന്താ? എന്റെ ഒരു വയസ്സ് കൂടി കൂടുന്നു എന്നുള്ളതാണ്. ഒരു വയസ്സ് കൂടി കൂടുന്നുള്ളതാണ്. ഇതും ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇങ്ങനെ ഓരോ ജന്മദിനം വരുമ്പോഴും ആഗ്രഹിച്ച ജോലിയിൽ എത്താൻ കഴിയാതെ വിഷമിച്ചവർ എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ കമന്റിലോട്ട് വാ മക്കളെ. അത് കഴിഞ്ഞതിന് ശേഷം നോക്കേ, ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെയും മക്കളെയും ഓർത്ത് നെടുവീർപ്പെട്ടവർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് നിങ്ങൾ ചിന്തിക്കുക, പരീക്ഷ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെന്റലി ഒരു ചെറിയ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ദേഷ്യപ്പെടാറുണ്ട് ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും. കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ ചെറിയ വടിയെടുത്ത് തല്ലാറുണ്ട്, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇമോഷണലി അവരെ എന്ത് ചെയ്യാറുണ്ട്? അവരെ ഹരാസ് ചെയ്യാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ട് വീണ്ടും തിരിച്ച് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെയും നമ്മുടെ പിഞ്ചോമന മക്കളെയും ഓർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടില്ലേ? നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോട്ട് വാ മക്കളെ. ഈ അവസ്ഥയിലൂടെയും അവരും കടന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പഠനം ജീവിതമാക്കിയവർ എപ്പോഴും പഠനമാണ്. ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന സമയത്ത്, ഈവൻ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ കല്യാണത്തിനും അതുപോലെ തന്നെ മറ്റു ചടങ്ങുകൾക്കും പോകാതെ എനിക്ക് പഠിക്കണം എന്ന് പഠനം തന്നെ ജീവിതമാക്കിയവർ ഈ ഘട്ടം ഇത് മറ്റ് സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം ജോലി എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി പഠനം തന്നെ ജീവിതമാക്കിയവർ അത് മനസ്സിലാക്കുക. നിങ്ങൾ പരീക്ഷ ഒന്നുകൂടി നടത്തിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ, ശരിയല്ലേ? ഒരു PSC ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ ഒന്നുകൂടി നടത്തിയെങ്കിൽ എന്ന് നന്നായിട്ട് എഴുതാൻ കഴിയാതെ വരുമ്പോൾ ആഗ്രഹിച്ചവരില്ലേ? എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയല്ലേ? ഈ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളല്ല, ഇത് നിങ്ങൾ മാത്രം നേരിടുന്ന പ്രതിസന്ധികളല്ല. ഇത് മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ജീവിതത്തിൽ സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ്. മുൻപ് നോക്കേ, കൗൺസിലിങ്ങിന് പോയാലോ എന്ന് ചിന്തിച്ചവർ എത്ര കുട്ടികളാണ് മാനസികമായി പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ അനുഭവിക്കുകയും മാനസികമായി പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നതിലൂടെ തന്നെ ഒരു കൗൺസിലറിന്റെ സഹായം തേടിയാലോ എന്ന് ആഗ്രഹിച്ചവർ ശരിക്കും അവരുടെ ഉള്ളില്, അവരുടെ അൺകോൺഷ്യസ് മൈൻഡില് ജോലിയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കിടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ദിശാബോധമില്ലാത്ത രീതിയിലേക്ക് പെരുമാറേണ്ടി വരും. പലപ്പോഴും അവർക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും, ഇറിറ്റേഷൻസ് ഉണ്ടാകും. അവർക്ക് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഡിപ്രഷൻസിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ, ഒരു കൗൺസിലറെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് ഒരു 4 ദിവസത്തേക്ക് നിങ്ങൾ ആരോടും മിണ്ടാതെ, ആരോടും ഒരു വാക്ക് പറയാതെ നിങ്ങൾ മുറിക്കുള്ളിലിരുന്ന് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടില്ലേ? നിങ്ങൾ മുറിക്കുള്ളിലിരുന്ന് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഉള്ളിലിരുന്ന് ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ പലരും ജോലിയിലേക്ക് എത്തിയത്. ഇതിൽ പലതും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് കൃത്യമായി ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നേരിട്ടവർ ഒന്ന് നോക്കിയേ. രാവിലെ നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്യാണ ചടങ്ങിന് പോകുമ്പോഴത്തേക്കോ മോളെ ജോലി ഒന്നും ആയില്ലേ എന്ന് ചോദിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നും ആയില്ല എന്നൊരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യം നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ? അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ടില്ലേ, കുറെ കാലമായില്ലേ പഠിക്കുന്നതെന്ന് അമ്മായിയമ്മമാര് ചോദിച്ചിട്ടില്ലേ? ഭർത്താവ് ചോദിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ കൂട്ടുകാരികൾ ചോദിച്ചിട്ടില്ലേ? കൂടെ ഇരിക്കുന്നവർക്ക് ജോലി കിട്ടുന്ന സാഹചര്യങ്ങൾ, കൂടെ ഇരിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ലേ? നിങ്ങൾ ജോലി ഇല്ലാത്തവളെന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? വരുമാനം ഇല്ലാത്തവളെന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ ഈ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നാളെ ഒരു മികച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പടികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും മാത്രം പ്രശ്നമല്ല. ഈ ജോലിയിലേക്ക്, സർക്കാർ ജോലിയിലേക്ക് എത്താൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ഓരോ ഉദ്യോഗാർത്ഥികളും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. ഇത് പലപ്പോഴും കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അവർ പല വിഷമഘട്ടങ്ങളിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ, ശാസ്ത്രീയമായി ഇതിനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചവർ, ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിച്ചവർ ഒന്ന് ചിന്തിച്ചു നോക്കേ. 2-3 വർഷം പഠിച്ചിട്ട് 3ാമത്തെ വർഷം എഴുതിയ പരീക്ഷയ്ക്ക് പോലും നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിയാതെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാനൊരു ഹ്യൂമൻ വേസ്റ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷക്കുപ്പിയിൽ നിന്നും ഒരു തുള്ളി വിഷമോ എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത് ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചു കാണും. ഇത് എല്ലാവർക്കും ബാധകമായി വരുന്നതല്ല.
മക്കളെ മനസ്സിലാക്കുക, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിജയ സോപാനത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. ആ പരിശ്രമം ഉപേക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നത്. രണ്ട് തരത്തിലാണ് നിങ്ങൾ പോകുന്നത്. ഒന്ന് നിങ്ങളുടെ ജീവിതവും, മറ്റൊന്ന് നിങ്ങളുടെ പരിശ്രമവും. ആ പരിശ്രമം അവിടെ തന്നെ കാണും. നിങ്ങൾ പഠിച്ചതൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല. പഠിച്ചത് കൊണ്ടുള്ള പ്രയോജനം ദൈവം ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് തന്നിട്ടേ വിടൂ. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളും നിങ്ങൾ നേരിടേണ്ടതാണ്. ആ സാഹചര്യങ്ങളും നിങ്ങൾ തരണം ചെയ്യേണ്ടതാണ്. ആ സാഹചര്യങ്ങൾ തരണം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയ സോപാനത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയൂ എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഈ ഒരു ചോദ്യം നോക്കേ, നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം, നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രശ്നമുള്ള ചോദ്യം, ഏറ്റവും ഭീമാകാരമായിട്ടുള്ള ചോദ്യം, ഏറ്റവും ഭീകരമായിട്ടുള്ള ചോദ്യം എന്താണ്? കുറെ നാളായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയും ജോലിയില്ലേ എന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ചോദ്യം ഉണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് കല്യാണത്തിന് പോകുമ്പോഴും വഴിയിലൂടെ പോകുമ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ കഴിയാതെ, നിസ്സംഗമായി ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ തല താത്ത് റോഡ് സൈഡിലൂടെ മരച്ചുവട്ടിലൂടെ നടന്നു പോയിട്ടുള്ള എത്രയോ പെൺകുട്ടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയോ ആൺകുട്ടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ എന്തേ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ? മക്കളെ കുളിപ്പിച്ചു വിട്ട് ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും, പേരൻസ് ഉണ്ടെങ്കിൽ അവർക്കുമുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മുടി പോലും നന്നായി ഒന്ന് തോർത്താൻ കഴിയാതെ ബസ്സുകളിലേക്ക് ഓടിച്ചെന്ന് കയറി കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് പോയിട്ടുള്ള എത്രയോ അമ്മമാരുണ്ട്, എത്രയോ സ്ത്രീകളുണ്ട്. 3 മണി കഴിഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് വന്ന് വീണ്ടും രാത്രി 9 മണി വരെ ജോലി ചെയ്തിട്ട് മക്കളെ നോക്കുന്ന, ഭർത്താവിനെ നോക്കുന്ന എത്രയോ ചേച്ചിമാരുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിലേക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുന്ന എത്രയോ നാട്ടുകാരുണ്ട്. ഒന്നും ആയില്ലേ ഇതുവരെ. ഈ ചോദ്യങ്ങൾ നേരിട്ടവർ നിരവധിയാണ്. അനവധി പേരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കുളിമുറിയിൽ കയറിയിരുന്ന് കരഞ്ഞവർ നോക്കേ, നമുക്ക് ഷവറിലെ വെള്ളം അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം തുറന്നു വിട്ടിട്ട് കരയുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ പെൺകുട്ടികളുണ്ടെന്ന് നോക്കി. BCom കഴിഞ്ഞ് MCom കഴിഞ്ഞ് 22ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ നേടി വിവാഹം കഴിച്ചിട്ട് ഭർത്ത് വീട്ടിലേക്ക് പോയതിനു ശേഷം അവിടെ ചെന്ന് നേരിടേണ്ടി വരുന്ന കുറ്റപ്പെടുത്തലുകളും പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആരും കേൾക്കാതെ, ഒരു കട്ടിലിന്റെ തലയണ പോലും അറിയാതെ ഒരു ബാത്റൂമിൽ കയറിയിരുന്ന് പൈപ്പ് തുറന്നു വിട്ടിട്ട് കരഞ്ഞിട്ടുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്ന് കമന്റിൽ വാ മക്കളെ. അതുപോലെ തന്നെ വീട്ടുകാരറിയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും പഠിച്ചവർ എത്രയോ പെൺകുട്ടികളുണ്ടെന്ന് അറിയാമോ? അവരുടെ ഭർത്താവോ അതുപോലെ തന്നെ അച്ഛനമ്മയോ അറിയാതെ നമ്മൾ പഠിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് വീട്ടുകാരറിയാതെ പഠിക്കുന്ന എത്രയോ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇത് അനവധി പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ല, ഇനിയും പഠിച്ചാൽ ജോലി കിട്ടുമെന്നുള്ള ചോദ്യത്തിന്റെ പുറകെ എത്രയോ പേരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ളവർക്കും താഴെ കമന്റ് ചെയ്യാം. സോ നോക്കേ, വർഷങ്ങളായി വിദേശത്തുള്ള ഭർത്താവിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വേണ്ടി ജോലിക്ക് ശ്രമിച്ചവർ. അങ്ങനെ ഒരു ചെറിയ കഥ പറയാം. ഞാൻ വർക്ക് ചെയ്ത ഒരു സ്കൂളില് ഒരു ടീച്ചർ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നു. ആ ടീച്ചർ വന്ന് ജോയിൻ ചെയ്തു. ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളൊക്കെ നോക്കി കുടുംബമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആ ടീച്ചർ വളരെ വൈകാരികമായി, വളരെ വിഷമത്തോടു കൂടി, കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്ന സാഹചര്യത്തോടു കൂടി പറഞ്ഞു, എൻ്റെ ഏട്ടൻ 15 വർഷമായി വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഞങ്ങളുടെ വിവാഹശേഷം നന്നായിട്ടൊന്ന് ഞങ്ങളൊന്ന് സന്തോഷിച്ചിട്ട് കൂടിയില്ല. 15 വർഷത്തോളം വ്യത്യസ്ത ഇടവേളകളിൽ മാത്രം വരുന്ന ആ മനുഷ്യനെ ഈ നാട്ടിലേക്കൊന്ന് കൊണ്ടുവന്നൊരു 15 വർഷം എനിക്ക് നോക്കണമെന്ന് പറഞ്ഞ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ വാക്കുകൾ ഒരു പക്ഷേ എത്രയോ വീട്ടമ്മമാർ കല്യാണത്തിന് ശേഷം ഭർത്താവ് വിദേശത്ത് പോയി കിടന്ന് ജോലി ചെയ്തിട്ട് ആ ഭർത്താവിനെ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാട്ടിലെങ്കിലും വന്ന് നിന്നിട്ട് ഉള്ള സർക്കാർ ശമ്പളം മേടിച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നടക്കാം ഇക്ക, നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം മച്ച, നമുക്ക് ഏറ്റവും സന്തോഷത്തോട് ജീവിക്കാം ഇച്ചായ, ചേട്ടാ എന്നൊക്കെ പറയുന്ന എത്രയോ ആഗ്രഹിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ പെൺകുട്ടികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയവർ തന്നെയാണ് നിലവിൽ ജോലിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ.